അപ്പം ദൈവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചുമ്മാ IELTS അല്ലെങ്കിൽ വസ്തു വിൽപ്പന, വസ്തു ജപ്തി, പരീക്ഷ ഇങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങളുമായിട്ട് മാത്രം ദൈവമായിട്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലവ്യഞ്ജന വ്യാപാരമായിട്ട് ദൈവമായിട്ട് അധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പിടികിട്ടിയ ദൈവം തന്നെ ആയിരിക്കണം. അത് നിൻ്റെ വിഷയമായിരിക്കരുത്. നിൻ്റെ വിഷയം ഇന്നത്തത് നാളത്തത് മറ്റന്നാളത്തത് മാറി മാറി വരും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് ഹെഡ് ടു ടെയിൽ അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ടെയിൽ ടു ഹെഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ് റിജക്ഷൻ കൂടുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ തലേന്ന് വായിൽ നിന്ന് താഴേക്കല്ലേ പോകുന്നത്, അത് ദഹിച്ച് ആരോഗ്യമായിട്ട് മാറും. പക്ഷേ താഴേന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഛർദ്ദിലായിട്ട് മാറും, റിജക്ഷൻ ആവും അല്ലേ? അതാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തിന് തലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ, അത് നമ്മുടെ വയറിന് പ്രാധാന്യം കൊടുക്കരുത്. അതാണ് ടെയിൽ ടു ഹെഡ് എന്ന് പറയുന്നത്. വയറിന് ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ അങ്ങനെയുള്ള വയറ്റിപ്പിഴപ്പ് വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം വയറിൽ നിന്നാണ് നമ്മൾ ഹെഡിലേക്ക് വരുന്നത്, ദൈവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഛർദിലാണ് അങ്ങനെ വരുന്നത്. വയറ്റിൽ നിന്ന് വായിലിട്ട് തന്നെ അങ്ങനെ ഛർദിലല്ലേ? റിജക്ഷൻ കൂടും. അപ്പോൾ റിജക്ഷൻ കൂടും. റിജക്ഷൻ വരരുത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് താഴേക്ക് വരണം. അപ്പോൾ എപ്പോഴും അത് എപ്പോഴും നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ, ബാലൻസ് ഇങ്ങോട്ട് തരാനുണ്ടാകണം. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ കടക്കാരൻ എണ്ണി നോക്കും, ഇതിൻ്റെ 2 രൂപ കുറവുണ്ടോയെന്ന് അയാൾ പറയാനിട പെടുത്തരുത്. അങ്ങനെ പറയണം, ഇതിൻ്റെ 2 രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയണം. മനസ്സിലായി? അതാണ് മാന്യമായ കച്ചവടം എന്ന് പറയണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങൾക്കൊരു ക്രിസ്മസ് മെസ്സേജ് തന്നു. അപ്പോൾ ഡിവൈൻ കൊമേർച്ച് എന്ന് പിതാവ് പറഞ്ഞു. അത് ഞാൻ പിതാവിനോട് എൻ്റെ ബാക്കിൽ വാക്ക് നല്ല ഉണ്ടായിരുന്നു. വിശുദ്ധ വിനിമയം. ദൈവമായിട്ടുള്ള ഇടപാടെല്ലാം വിശുദ്ധ വിനിമയമാണ്. വിശുദ്ധ വിനിമയത്തിൽ എപ്പോഴും വരണത്, ഈ നമ്മൾ ഒരു കടക്കാരന് ഒരു സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അയാൾ എണ്ണി നോക്കുമ്പോൾ 2 രൂപ കുറവുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞാൽ ഈ കസ്റ്റമർ ഒരു ഡിഫീറ്റഡ് പേഴ്സണാണ്. പക്ഷേ മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ കടക്കാരൻ നമുക്ക് കൊടുത്ത പണം എണ്ണി നോക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് മാന്യമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. നിങ്ങൾ വീട്, ജോലി, വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച 10 പത്രം കൊടുത്ത് അത്രേ ഉള്ളൂ അല്ലേ? ആശുപത്രിയിൽ പോയി ഒരു പൊതിച്ചോറ് കൊടുത്തു. ദൈവം നിങ്ങൾക്ക് തന്നതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. എപ്പം നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സാക്ഷ്യം ഉണ്ടായി. അക്കൗണ്ടൻറ്റ് ജനറൽ, ഇതിൻ്റെ പേര് ജിയോ, സൗത്ത് ആഫ്രിക്കയിലാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. ഈ വലിയവർക്ക് വലിയ പ്രശ്നങ്ങളാണ്, ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ. ആനയ്ക്ക് ആനത്തലയോളം ദുഃഖം, അണ്ണാനി അണ്ടിപ്പരിപ്പോളം ദുഃഖമാണ്. അപ്പോൾ വലിയവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ ദുഃഖങ്ങളായിരിക്കും. ഇപ്പം ഈ അക്കൗണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആളാണേ. മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള, ആ സൗത്ത് ആഫ്രിക്കയിലെ മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട്, ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ജനറലിൻ്റെ പൊസിഷനിലേക്ക് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പുള്ളി അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തത് അദ്ദേഹത്തിന് പകരം 3 പേരാണ് വർക്ക് ചെയ്തിരുന്നത്.
അവരുടെ കാലത്ത് വലിയ അലിഗേഷൻസ് ഉണ്ടായി, എന്നുവെച്ചാൽ അഴിമതികളുണ്ട്. അപ്പം ഇദ്ദേഹമാണത് ഒപ്പിട്ട് ചാൻസ് ഇത് തസ്തിക വാങ്ങിച്ചത്. വാങ്ങിച്ചതല്ല, ആ തസ്തിക പുള്ളി അധികാരമേറ്റത് ഈ അഴിമതിക്കാരിൽ നിന്നാണ് അധികാരമേറ്റത്. അത് ഒപ്പിട്ട് അധികാരമേറ്റപ്പോൾ ലീഗലായിട്ട് അവർ ചെയ്തു വെച്ച എല്ലാ കള്ളത്തരത്തിനും പുള്ളി പ്രതിയായി. അത് വിഷയം അറിയാമല്ല, ഇത്രയും വലിയ പൊസിഷൻ പിന്നെ നേരെ ജയിലിലോട്ടാണ് പോണത്. ഉടനെ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ മറ്റ് 3 പേരും ഉടനെ രാജിവെച്ചിട്ടാണ് ഇയാളെ കയറ്റിയത്. അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. സ്വാഭാവികമായ പ്രൊമോഷനാണെന്നും പറഞ്ഞ് അദ്ദേഹം അധികാരമേറ്റതാണ്. മറ്റവർ രാജിവെച്ച പോലെ അറിയത്തില്ല. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു. കാര്യം എന്താണ്? തെറ്റുകൾ ലീഗലായിട്ട് ശരിയായിട്ട് വന്നു, അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഈ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം രാജിവെച്ച് ഇങ്ങേരി കോടതിയും കേസായിട്ട് നടക്കുകയാണ്. കോടതിയും കേസായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഇതിനുള്ളിൽ വേറൊരു സങ്കടകരമായൊരു ചതി നടന്ന് പുള്ളിയുടെ വക്കീൽമാർ 3 പേര് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ ഡേറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രൈവറ്റായുള്ള സ്വകാര്യ ഡേറ്റകൾ ഇയാളുടെ ശമ്പളം വാങ്ങിക്കുന്ന വക്കീൽ തന്നെ ചോർത്തിയെടുത്ത് മറുപക്ഷത്തിന് കൊടുത്ത്. അപ്പം മനസ്സിലായി ഇയാൾ പെട്ടുപോകും, അകത്താവുമെന്ന് വിചാരിച്ചു. പുള്ളി അപ്പം തന്നെ 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് നേരെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു ഗുണം കണ്ടില്ലേ? അപ്പോൾ ഇത് സാധാരണ ജീവിതക്കാർ തൊട്ട് ടോപ്പായിട്ടുള്ള മനുഷ്യർ വരെ അവർക്കൊരു ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാൻ പറ്റിയ സ്ഥലമായി അമ്മ ഈ ഉടമ്പടിയെ ഉയർത്തിയിട്ടുണ്ട്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃപാസന അമ്മയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ടാണ് അമ്മ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു അംബാസിഡറെ പോലെ, പ്രതിനിധിയെപ്പോലെ നിൽക്കുക. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത്, ആശയപരമായതിനേക്കാളുപരി അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത് അമ്മ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പല ദൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് അമ്മയുടെ ഒരു പരിപാലനയുടെ തണലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അമ്മയുമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഉടമ്പടി ഇപ്പം അമ്മയെ സംബന്ധിച്ചുള്ളത് ഉടമ്പടി വെക്കുമ്പോൾ അറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഉടമ്പടി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി എഴുതുന്ന സമയത്ത് തന്നെ അത് ഉടമ്പടി ആകണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വിഷയങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പം തന്നെ അത് ഉടമ്പടി ആകുകയാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിന് വിതിൻ നോ ടൈം മതി. നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം, വർക്കിംഗ് തുടങ്ങും. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി രണ്ടാമതും എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻഡ. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് പുഷ്പഗിരി തെള്ളകം. ഇത് എൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. മക്കൾ ഇവാന, ട്വിൻസാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസം 15-ാം തീയതിയാണ്. ഉടമ്പടി 14 പ്രാവശ്യം പുതുക്കി ഇപ്പോൾ സിൽവർ ഗ്രേയിൽ ആണിപ്പോൾ. 2022 മുതൽ ഞങ്ങളൊരു നിയോഗം, അതായത് ഒരു പുതിയൊരു ബിസിനസ്, നല്ലൊരു ബിസിനസ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു.
അച്ഛനിവിടെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉടമ്പടി നിബന്ധനകൾ ഞങ്ങളെല്ലാം പാലിക്കുകയും ഒരു വിട്ടുവീഴ്ച ഒന്നിനും ചെയ്യാതെ കൊണ്ട് കൃത്യമായിട്ടെല്ലാം പാലിച്ച് പ്രാർത്ഥിച്ച് പോരുകയായിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബർ മാസം HPCLൻ്റെ ഒരു പുതിയ പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് ഞങ്ങൾക്കായി. ആ പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ടുള്ള സ്ഥലം നമ്മൾക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ ഒന്നും അങ്ങ് ശരിയായില്ല. എല്ലാവരും തരാം എന്ന് പറയും. സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും തടസ്സം വന്നങ്ങ് മാറുക. ലാസ്റ്റ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കവല എന്ന സ്ഥലത്താണ് നമുക്ക് ആ സ്ഥലം കിട്ടിയത്. ഞങ്ങളവിടെ ആ സ്ഥലം കിട്ടുന്നതിന് മുന്നേ ഞങ്ങളവിടെ പോയി ഉപ്പിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം അവിടെ സ്ഥാപിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ സ്ഥലം റെഡിയായി. സ്ഥലത്തിൻ്റെ ഉടമ നമുക്ക് തരാൻ നല്ല ഹാപ്പി ആയിരുന്നു അവർ. അങ്ങനെ പമ്പിനുള്ള LOA നമുക്ക് ലഭിച്ചു. അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് NOC, അതായത് പെട്രോൾ പമ്പ് പോലുള്ളൊരു സംഭവം നമ്മൾ ആരംഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്ത് കളക്ടറുടെ അനുമതി, പഞ്ചായത്ത്, വില്ലേജ്, ടൗൺ പ്ലാനിങ്, പോലീസ് സ്റ്റേഷൻ്റെ അനുവാദം, ഫയർ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ പമ്പ് പോലുള്ള സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ലായിരുന്നു. സത്യം പറഞ്ഞെന്നാൽ ഏത് കളക്ട്രേറ്റ് മുതൽ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഏത് ഓഫീസിൽ ചെന്നാലും ഞങ്ങൾക്ക് വേണ്ടി മാതാവ് അവിടെ ഒരാളെ കരുതിയിട്ടുണ്ടാവും. അതായത് നമുക്ക് വേണ്ടി നമുക്ക് എന്ത് കാര്യത്തിനാണ് അവിടെ പോകുന്നത് അത് നമുക്ക് അനുകൂലമാക്കി തരാനായിട്ട് മാതാവ് അവിടെ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാലും എല്ലാം നമ്മൾ വിചാരിച്ചേക്കാളും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് NOC റെഡിയായി. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ PESO, അതായത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അതിൻ്റെ അപ്രൂവലാണ്, ലൈസൻസാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അത് നമുക്ക് ചെറിയൊരു പ്രശ്നം അതിൻ്റെ ഇടയ്ക്കുണ്ടായി. കുറച്ച് ആളുകൾ നമ്മളവിടെ പമ്പ് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തു, സ്റ്റേ ചെയ്യണം. അപ്പം നമ്മുടെ പമ്പിൻ്റെ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോളേജുണ്ട്. അപ്പോൾ ആ കോളേജ് സ്കൂളാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറേ സമയമെടുക്കും. അപ്പം ഇങ്ങനെയുള്ള കേസൊക്കെ ചെറിയ കേസ് കോടതിയിൽ കാണി ഇതൊന്നും വലിയ കേസല്ലാത്തതുകൊണ്ട് ഹിയറിംഗ് ഡേറ്റ് നീക്കി വെച്ച് കുറേ സമയം അങ്ങനെ പോയി. അവസാനം 2024 ഓഗസ്റ്റ് മാസം ഒക്കെ ആയപ്പോഴേക്ക് ഞാനിവിടെ കൃത്യമായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട്, പത്രം വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാനിതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇതുപോലെ തടസ്സം വരുന്നത്? ഈ പെസോയുടെ ലൈസൻസ് മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ബാക്കി എല്ലാ അപ്രൂവലും കിട്ടി. പെസോയുടെ ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടാങ്കിൻ്റെ പണി തുടങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ബാക്കി ബിൽഡിങ്ങിൻ്റെ പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ മാതാവ് നമുക്ക് എങ്ങും ഒരു മുട്ട് വരുത്തിയില്ല, ബാക്കി പണി നടക്കുന്നുണ്ട്. ഈ പെസോ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ടാങ്കിൻ്റെ പണി മാത്രം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം നമുക്ക് പെസോയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് പബ്ലിക്കിന് നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല. പെസോയുടെ ലൈസൻസ് നമുക്ക് എടുത്തു തരുന്നത് ശരിക്കും കമ്പനിയാണ്. പക്ഷെ നമ്മൾ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട്, നമ്മളെ കേസിലാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിക്കും പ്രത്യേകിച്ച് അവർ പറയുന്നത് കേസിൻ്റെ വിധി വരട്ടെ, കേസിൻ്റെ വിധി വന്നു കഴിയുമ്പം ലൈസൻസ് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതി ത്രൂ എടുത്തോളൂ എന്നാണ് പെസോയുടെ ചീഫ് എക്സ്പ്ലോസീവ് ഓഫീസർ നമ്മളോട് പറയുന്നത്. അപ്പോൾ കോടതി ത്രൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ കേസിലാണ്. നമ്മൾ ഇങ്ങനൊരു അപേക്ഷ കൊടുത്തെങ്കിൽ ഉറപ്പായിട്ട് അവരെ കേസിനോടുകൂടി ആഡ് ചെയ്യുകയുള്ളൂ. നമുക്ക് ഗുണത്തിലേറെ ദോഷമായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത്. അപ്പം 2024 ഓഗസ്റ്റ് മാസമൊക്കെ നമ്മൾ ശരിക്കും ഒരു കംപ്ലീറ്റ്ലി സ്റ്റക്കായി. നമ്മുടെ ചുരുക്കി പറയാൻ നമ്മൾ സീറോയിലും താഴെ പോണ അവസ്ഥയിലായി. ഭയങ്കര സങ്കടമായി. അങ്ങനെ അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഭാഗത്ത് എന്തായിരിക്കും തെറ്റ്, എന്നായിരിക്കും. പിന്നെ ഞാൻ ഓർത്തത്, ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് വെറുതെ അങ്ങ് കൊടുത്ത്
കൊടുത്തങ്ങ് പോകും. സാധാരണ ഒരു പത്രം കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്തു പോയി. അപ്പം ഞാൻ ഓർത്ത്, അച്ഛൻ എപ്പോഴും പറയില്ല വിശേഷവതിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷവതിയായിട്ട് നമുക്ക് ചെയ്യാം, എന്തെങ്കിലും മാറ്റം വരുമോ നമുക്ക് നോക്കണമല്ലോ. ഞാനപ്പോൾ എന്നായെന്ന് വെച്ചെന്നാൽ ഇതുപോലൊരു കാർഡ്, മാതാവിൻ്റെ കൃപാസനമ്മയുടെ പടം ഒരു സൈഡിലും മറു സൈഡിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിട്ട് ഞാൻ ഇതുപോലെ കുറേ കാർഡങ്ങ് അടിച്ചു. എന്നിട്ട് പത്രത്തിൻ്റെ കൂടെ ഈ കാർഡും കൂടെ പിൻ ചെയ്ത്, അപ്പം കാണുമ്പോൾ നല്ലൊരു ഭംഗി, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിൻ്റെ പത്രമാണ്, നിങ്ങളിത് മാതാവിനെ പറ്റി 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഞാൻ കൊടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുവരെ 2 വർഷം പത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ ഒന്നും കിട്ടാത്ത സന്തോഷം എനിക്ക് അന്നേരം തോന്നി. മാതാവിനെ പറ്റി 2 വാക്ക് സംസാരിച്ച്, നിങ്ങളിത് കളയരുത്, ഇത് ഭക്തിപൂർവ്വം ഉപയോഗിക്കുമെങ്കിൽ മാത്രമേ ഇത് മേടിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം ആൾക്കാർ നിങ്ങൾ കളയുന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട, അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ എത്തേണ്ട പത്രമാണിത്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞവരും പിന്നെ തിരിച്ച് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓഗസ്റ്റ് മാസം ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴേക്കും അത്ഭുതം നടന്നു. അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇടപെട്ടു. നമ്മൾ പത്രപ്രവർത്തനം സ്റ്റൈല് മാറ്റിയപ്പോൾ തന്നെ മാതാവ് ഇടപെടാൻ തുടങ്ങി. നമ്മുടെ ഈ കേസിന് സമാനമായിട്ടുള്ളൊരു കേസ് കണ്ണൂർ ഉണ്ടായി. അതായത് അതും ഇതുപോലെ പുതുതായിട്ട് തുടങ്ങുന്നൊരു പെട്രോൾ പമ്പ്, അതിൻ്റെ അടുത്ത് ഇതുപോലൊരു കോളേജ്, അവർക്കെതിരെ അവർക്ക് പെസോ ലൈസൻസ് കൊടുക്കത്തില്ല. അവർക്ക് പിന്നെ കേസൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് അവർക്ക് നേരെ ഹൈക്കോടതി പോയി അവർക്ക് പെസോയ്ക്ക് വേണ്ടിയിട്ട് അവർ ആപ്ലിക്കേഷൻ റിട്ടിട്ടു. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ടായി. അതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോളേജുകൾ പുതുതായിട്ട് തുടങ്ങുന്ന പെട്രോൾ പമ്പിന് ബാധകമല്ല. അങ്ങനെ അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പം നമ്മൾ ഈ ജഡ്ജ്മെൻറ്റുമായിട്ട് കമ്പനി പെസോയുടെ ഓഫീസിൽ ചെന്ന് ഓഫീസറുടെ അടുത്ത് ഇത് കാണിച്ച് അവർ കൺവിൻസായി. അങ്ങനെ 2024 ഓഗസ്റ്റ് 29 നമുക്ക് പെസോയുടെ ലൈസൻസ് കിട്ടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 29 നമുക്ക് ലൈസൻസ്. അപ്പോൾ 26 ഉടമ്പടി ധ്യാനത്തിനകത്ത് ഞാൻ ഈ ഈ എക്സ്പ്ലോസീവ് ഓഫീസറുടെ ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഞാൻ ഈ പരിശുദ്ധ അമ്മേനെയും ദിവികാരണത്തിൻ്റെയും മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം, ആ ഓഫീസറുടെ ഫോട്ടോ ഞാൻ ടി വിയുടെ സ്ക്രീനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ചെയ്തു തരണേ, വേറെ ഒരു വഴിയില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഈശോയ്ക്കും മാതാവിനും എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസറുടെ ഫോട്ടോ മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞില്ല, ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച എനിക്ക് പെസോയുടെ ലൈസൻസ് കിട്ടി. അങ്ങനെ പമ്പിൻ്റെ പണി ഞങ്ങൾ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് എല്ലാം നടന്നു. അതങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി മാസം 12 അപ്പം കേസ് നടക്കുന്നുണ്ട്, ഹിയറിംഗ് വരുന്നു, ഡേറ്റ് മാറ്റുന്നു, അങ്ങനെ ഫെബ്രുവരി മാസം 12 കേസിൻ്റെ വിധിയും വന്നു. അതൊട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും കുറേ കാലതാമസം എടുക്കുന്നതാണ്. സാധാരണ പെട്രോൾ പമ്പിൻ്റെ കേസിനൊക്കെ 2-3 വർഷം കഴിഞ്ഞേ ഉള്ളൂ വിധി വരുള്ളൂ. ഫെബ്രുവരി മാസം 12 ഞങ്ങളുടെ കേസ് തള്ളിപ്പോയി. അങ്ങനെ ആ ഒരു ഭാഗവും ക്ലിയറായി. അന്ന് തന്നെ ഞങ്ങളിവിടെ വന്ന് അന്ന് ഹർത്താലായിരുന്നു. ഫെബ്രുവരി 12 ഞങ്ങൾ മക്കളുമായിട്ട് ഞങ്ങളിവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞ് പോയി. അങ്ങനെ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി ഫെബ്രുവരി മാസം 9 പമ്പ് ഓപ്പണായി. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 1% പോലും മെറിറ്റില്ല. അതായത് 1% പോലും. ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രപ്രവർത്തനം നന്നായിട്ടങ്ങ് ചെയ്തു. അതിൽ അച്ഛൻ പറയാറുണ്ട് 60% പത്രപ്രവർത്തനത്തിനാണ്. ഞങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പത്രപ്രവർത്തനം ചെയ്തു, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്തു. മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ടുപോയി നിർധനരായ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് അഭയാഭവൻ എന്ന് പറഞ്ഞ് പ്രായ അമ്മമാരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അമ്മമാർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റ് സംഭവങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മുന്നിൽ ആര് സഹായത്തിന് വന്നാലും എന്താണോ കയ്യിലുള്ളത് അത് നമ്മൾ ഉള്ള പോലെ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ടുണ്ടായ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ ബൈക്കിലേ നിൽക്കാറുള്ളൂ, ഫ്രണ്ടിലൊന്നും പോയി നിൽക്കാറില്ല. ബൈക്കിൽ നിൽക്കും. വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ കുർബാന ഭയങ്കര ഭക്തിയോടെയൊന്നുമല്ല. പക്ഷേ ഉടമ്പടി എടുത്തത് പിന്നെ ഏത് പള്ളി കുർബാനയ്ക്ക് പോയാലും ഫസ്റ്റ് ബെഞ്ച് അല്ലെ ഫസ്റ്റ് ഞാനുണ്ടാവും, അവിടെ ഇരിക്കുകയുള്ളൂ, ബാക്കി പോയി ഇരിക്കത്തില്ല.
ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള കൃപ കിട്ടി. പിന്നെ കൊന്തയെല്ലാം ഭയങ്കര മടിയായിരുന്നു. ഒരു കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൊന്തയല്ലാതെ ഒരൊറ്റ കൊന്ത പോലും ഞാൻ എത്തിക്കുകയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചെല്ലും, ബൈബിൾ വായിക്കും, ഉടമ്പടി നിബന്ധനകൾ ഞാൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഇത്. അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യം ഒരിക്കലും നമ്മളെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അമ്മ മാതാവിൻ്റെയും ഈശോയുടെ ഇടപെടലുകൊണ്ട് മാത്രം. കൃപാസന ഉപ്പിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. എവിടെയെല്ലാം ഞാൻ കൃപാസന ഉപ്പ് ഇട്ടിട്ടുണ്ടോ അവിടെയൊന്നും അമ്മ എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ തോറ്റു പോയിട്ടില്ല. അത് ഈ പമ്പ് സംബന്ധമായിട്ടും അല്ലാത്ത മറ്റ് ബിസിനസ് സംബന്ധമായിട്ട് എവിടെ ഞാൻ പോയാൽ എൻ്റെ വണ്ടിയിലെല്ലാം എപ്പോഴും ഉപ്പുണ്ടാവും. എവിടെ കയറിയാൽ ഞാൻ ഒരു നുള്ളി ഉപ്പിട്ടിട്ടേ കയറുള്ളൂ. അവിടെയെല്ലാം ഞാൻ മാതാവ് എന്നെ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. എങ്ങും ഞാൻ തോറ്റു പോകാൻ അമ്മ മാതാവ് ഇടവരുത്തിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ കൃപാസനമ്മ ഞങ്ങൾക്കാണെങ്കിൽ പമ്പ് നന്നായിട്ട് തുടങ്ങാൻ സഹായിച്ചു. നന്ദി കൃപാസന ഇഷാപ്പ. Matthew chapter 6 verses 33 says, "For seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. For the greater glory of God the Father, the Son, and the Holy Spirit, and crores of thanks to Kribasanam Amma for all the blessings and graces that she has showered on me and my family. My name is Anju Thomas and I come from Bangalore." The same date, that is on 26th December 2024, is the first time that I visited Kribasanam. Though I knew about Kribasanam since 2019, as my sister-in-law was in the Marian Covenant, I never took it serious. But later, after 6 years, I realized that I had to be in the Marian Covenant, and on December 26, 2024 is the first time I visited here, but I had taken the Marian Covenant on 8th May 2025. So I am here to testify that through this 1 year of journey, the wonderful blessings that the God has showered on me and my family. After I visited Kribasanam with my daughter, son, and my sister-in-law, just after 2 days after I have visited here, on 28th December, I had taken a chit of 10 lakh rupees, which was for 8 years. I had 2 housing loans as well as 1 top-up loan. And I never prayed for that loan to be cleared, but as a casual talk to Kribasanam Amma, I was telling that at least the top-up loan of 5 lakh rupees I wanted to clear. I had just thought of it and correct exactly after 6 months that 10 lakh rupees of chit came to us, and I had prayed only to clear 5 lakh rupees of top-up loan, but instead, with the intercession of Kribasanam Amma, we were able to clear 15 lakh rupees of housing loan. This is my first testimony. Second, on November 6, 2024, my son was diagnosed to have multifocal epilepsy, and that is a time I had my second year MSc nursing examinations. So after 15 years of break of my BSc nursing examination, I was writing my MSc nursing second year examination. That is a time I was very hopeless and helpless. Though everyone were beside me, I used to feel so lonely. I had those sleepless nights because my son was on medications and I had to appear for my MSc nursing examinations. I prayed to Kribasanam Amma, and in the month of February 2025, I had got my results, and not by merit but by grace, I received 6th rank at the university level, that is at Rajiv Gandhi University of Health Sciences, Karnataka, and I was the second topper of MSc nursing in subspecialty of pediatric nursing. This is my second testimony.
And third testimony is on May 12th, that is the Nurses' Day, I was cleaning the prawns to cook the curry. That time around 3:45 p.m., I felt that somebody was passing through my kitchen window, and there was an abundant smell of jasmine flower. I was thinking, from where does the smell come? Because I am cleaning prawns, and how can this be? So later I thought it, okay, leave it. And around 5:30 p.m., I just checked the mail, and I saw that I had received the best paper of May journal. That is, I had published my research paper in WPLS journal. So as a part of MSc Nursing, we had to do the research work. So whoever does research work, they know that they had to publish their articles. So I had published the articles, and it was May 12th, Nurses' Day, and God had blessed me with the best research paper on that day. So this is my third testimony. The fourth testimony is that whenever I feel lonely or sick, I use these holy oil, the Marian medal, holy salt, as well as the honey. So even in my kids also, whenever they get fever, cold, cough, maximum I reduce medicines and I start using this, and there have been so much of relief from the sickness. And acts of mercy, as acts of mercy, I am associated with missionaries of charity, which is run by sisters of Mother Teresa. And in that missionary, there are many children who are epileptic, as well as who are hyperactive, who are mentally retarded children. As a nurse by profession, God is using me to work with them, and in case of many dressings, bedsore dressings, as well as suctioning, medical help, those things I am able to do. Though I work for almost 8 hours and travel 3 hours a day, but still God has given me opportunity to do all the apostle ministry as well as the acts of mercy, and I am able to attend daily mass every day without even missing one day. I am getting more closer to God, as well as I am able to do apostle ministry. So whenever I come to Krubasanam, I receive the papers of 4 languages, that is English, Malayalam, Tamil, as well as Kannada, and I distribute to the youth in the Bangalore, especially the nursing students, as well as to auto drivers, to shops, and to all the other people. Irrespective of whoever it is, I distribute the paper, explaining to them and testifying the graces and the blessings that I have received. And one experience that I want to share regarding apostle ministry is, as I had finished my work and I was going back home, I met a nursing student. And I was explaining to her about Krubasanam, and I was telling about my experience. Then an inner voice, like Krubasanam Mama, telling me, please ask her whether you want Marian medal. So I just asked her, do you want a Marian medal? And that is the time she was also praying, because she had lost her Marian medal, and at some cost of time she was praying that somebody would give her Marian medal. And that is the way that Mother Mary had spoken to me, and I was able to give her Marian medal. So this is not only me, but my family is also deepened in faith. This 1 year of journey has been an endless blessing that I have received from Almighty God. I am able to do my daily rosary, family prayer, read the Bible, do regular confessions, and it has been like a food and air for me. If I miss one day, the daily mass, I feel that something is so much lacking in me and missing in me, because I can experience Jesus when I receive the Holy Communion. And my prayer is that in next years also, that I may deepen in faith. And now my intentions has changed from the worldly intentions to more spiritual intentions. I am able to pray for other people, for social causes, not for my own intentions or for the intentions of my family, but I am able to pray for others, for other sick children, for the patients whom I care for other needy people who require my help. So I thank God that the God
may bless all of them who have come here and all those who require His mercy and blessings. So here I am to testify that whatever graces and blessings that I have received is not by my merit or anything, but by grace of God. Thank you.